നോർത്ത് പറവൂർ നഗരസഭ മുസരീസ് ലൈബ്രറിയിൽ പ്രതിമാസ സാഹിത്യ സദസ്സും പറവൂരിന്റെ പ്രിയപുത്രനായ സിനിമാ താരം സലീം കുമാർ അനുസ്മരണ ചടങ്ങുകളും സിനിമാ താരം വിനോദ് കെടാമംഗലം ഉദ്ഘാടനം ചെയ്തു. നാടൻ ഭാഷയിൽ അത്ഭുതപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മൾ പോലും കണ്ടെത്താത്ത ചില മേഖലകൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതാണ് അത്ഭുതം. തുടക്കം തന്നെ പറയുന്നത്, എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച എൻ്റെ അമ്മയ്ക്കും എനിക്ക് വേണ്ടി മരിച്ചു ജീവിക്കുന്ന എൻ്റെ ഭാര്യ. അത് തന്നെ വല്ലാത്തൊരു പ്രയോഗമാണ്. പക്ഷേ നമ്മളെക്കാളൊക്കെ എഴുത്തും വായനയും ഒക്കെയുള്ള സാഹിത്യകാരന്മാരും രചനകൾ വായിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പറയുന്നൊരു വിഷയം എൻ്റെ ഒരു അപക്വതയായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തരുത്. അത് വല്ലാത്തൊരു വാചകം, നമ്മൾ ആരും കാണാത്തൊരു വാചകം. അപ്പോൾ അത്രയേറെ അമ്മയെയും ഭാര്യയെയും കുടുംബത്തെയും അധികം ഓർക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ രചന തുടങ്ങുന്നത് തന്നെ നമ്മുടെ പറവൂരിന്റെ വലിയൊരു സാംസ്കാരിക മണ്ഡലത്തിന്റെ ചരിത്രം അദ്ദേഹം നമുക്ക് പറയുന്നുണ്ട്. നമ്മൾ കാണാത്ത, നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പറവൂരിനെ കുറിച്ച് പറയുമ്പോൾ പറവൂർ എന്താണെന്ന് ആ ആദ്യ പേജിൽ തന്നെയാണ് നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും ഭൂമിശാസ്ത്രവും തൊഴിലും ജാതിയും മതവും ഒക്കെ ആ കൃത്യമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരുമ്പോൾ ചിറ്റാറ്റുകര വടക്കേക്കര പോകുമ്പോൾ അദ്ദേഹം ആ വടക്കേക്കര പാലത്തെ കുറിച്ച് വിവരണമുണ്ട്. വടക്കേക്കര പാലം എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ വെറും തുരുത്താണെന്ന് പറയുന്ന വടക്കേക്കര. ആ പാലം ഉള്ളത് കൊണ്ട് തന്നെ പട്ടണവുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ പിന്നീട് 80-ൽ പാലം മാറിയിട്ട് പുതിയ പാലം വരുമ്പോൾ ആ പഴയ പാലം വടക്കേക്കര കുടിവെള്ളമായി മാത്രം കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ശക്തിയായിട്ട് മാറി നിൽക്കുന്ന ആ വടക്കേക്കര പഴയ പാലത്തെ കുറിച്ച് പറയുമ്പോൾ അല്പം വേദനയാണെങ്കിലും ചിരിയോടെ നമ്മൾ വായിച്ചു തീർക്കാൻ പറ്റും. നഗരസഭ വിദ്യാഭ്യാസ കലാ കായിക കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസൻ അധ്യക്ഷനായി. നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള മുതൽ കെടാമംഗലം പത്മ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ കെടാമംഗലം സദാനന്ദൻ, അങ്ങനെ ഒരുപാട് പ്രമുഖർ ജനിച്ചു വളർന്ന പ്രവർത്തിച്ച ഒരു നാടാണ് പറവൂര്. ആ സാംസ്കാരികത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ എഴുത്തുകാരെയും അതുപോലെ തന്നെ വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായന കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനെ സാഹിത്യ സദസ്സ് നടത്തി വരുന്നത്. സലീം കുമാർ എഴുതിയ ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിന്റെ അവലോകനവും അനുസ്മരണവും എഴുത്തുകാരായ രവി ചെറായി, അപർണ ആരുഷി എന്നിവർ നിർവഹിച്ചു. എത്രയൊക്കെ ട്രോളുകൾ വന്നാൽ, എത്രയൊക്കെ അദ്ദേഹത്തിന് വിമർശിച്ചാൽ, എത്രയൊക്കെ അദ്ദേഹത്തിനെ ഒരു പ്രത്യേകതയിലൊക്കെ അവതരിപ്പിക്കേണ്ടത് എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, എന്നെപ്പോലെ ഞാനൊരു സർക്കാർ ജീവനക്കാരനായിരുന്നു, പോലീസ് പോലെ വിരമിച്ചതാണ്. എന്നെപ്പോലെ ഒരാളെ ഒരിക്കലും വീട്ടിൽ വിളിച്ച് വരുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പങ്കുവച്ചു, സൗഹാർദ്ദം പങ്കുവച്ചു സ്നേഹിക്കേണ്ട ആവശ്യം അദ്ദേഹത്തെ പോലെ സിനിമയ്ക്കില്ല. പക്ഷേ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ എൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ 2025 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗാന്ധിനഗർ ഓഫീസിൽ ഗസ്റ്റായിട്ട് വന്നു. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ, വന്നു സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ ലൈജി ബിജു സ്വാഗതം ആശംസിച്ചു. നഗരസഭ കൗൺസിലർമാർ, എഴുത്തുകാർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.